ഷാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും ചെടികളുടെ വളർച്ച വേഗത്തിലാക്കാനും അതുപോലെ ചെടികൾക്ക് വരുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും പ്രയോഗിക്കാൻ കഴിയുന്ന കീടനാശിനിയായും അതുപോലെ തന്നെ വളമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അടുക്കളത്തോട്ടം ഒരുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമാണിത്. പച്ചമുളക് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അടിവളമെല്ലാം ഇട്ട് തൈകൾ നടാറ്. അടിവളമായി നൈട്രജൻ അടങ്ങിയിട്ടുള്ള ചാണകപ്പൊടി, പച്ചില വളങ്ങളൊക്കെയാണ് കൊടുക്കുക. അതുകൂടാതെ തന്നെ കീടബാധ ഇല്ലാതിരിക്കാൻ വേപ്പിൻ പിണ്ണാക്കും കൊടുക്കാറുണ്ട്. നമ്മൾ അടിവളം കൊടുക്കുന്നതിൻ്റെ കൂടെ ചാരം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടും. നമ്മൾ നടുന്ന പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഇളക്കമുള്ള മണ്ണിൽ മാത്രമേ ചെടിക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റുകയുള്ളൂ. ഈർപ്പം നിലനിർത്താൻ വേണ്ടി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ പോരാ, നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈർപ്പം അവിടെ നിലനിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും. ഞാനിവിടെ ചെടിച്ചട്ടിയിലാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ അടിവളമായി കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ കരിയിലൊക്കെ നിറച്ചിട്ടാണ് പൊട്ടി മിക്സൊക്കെ നിറച്ചത്. എപ്പോഴും നല്ല വളക്കൂറുള്ള നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി വളർന്ന് അതിലിഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വളക്കൂട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കൃഷിയിൽ ചെടികളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ഉപയോഗിക്കുന്ന മികച്ചൊരു ജൈവവളമാണ് മോര് ശർക്കര ലായനി. ഇത് ചെടികളിലെ പൂക്കൾ കൊയ്യുന്നത് തടയാനും കീടങ്ങളെ അകറ്റാനും സഹായിക്കുന്നു. തയ്യാറാക്കുന്ന വിധം: ഈ വളക്കൂട്ട് തയ്യാറാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മോര് തന്നെയാണ്. ഒരു ഗ്ലാസ് മോര് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് മോരിലേക്ക് ഒരച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ഗ്ലാസ് മോര് ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അത് അലിഞ്ഞു കിട്ടും. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അതാണ് നമ്മുടെ ശർക്കര നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്തു. ഈ മോരും ഈ ശർക്കരയും നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ലയിപ്പിച്ചതിന് ശേഷം ഇതൊരു 3-4 ദിവസം നമുക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കണം. ഒരു തണലുള്ള ഭാഗത്തും വെക്കുക ഇതിനെ. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മജീവികളുടെ വളർച്ച, ശർക്കരയിലെ മധുരം മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, പൂക്കൊഴിച്ചിൽ തടയുന്നു. അതുപോലെ മുളക്, തക്കാളി, വഴുതന തുടങ്ങിയ പച്ചക്കറി വിളകളിൽ പൂക്കൾ കൊയ്യുന്നത് തടയാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ 4-5 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച ശർക്കര മോര് ലായനിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമ്മൾ ഇതിനെ നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഉപയോഗിക്കേണ്ട രീതി: ഈ ലായനി നേരിട്ട് കൊണ്ടുപോയി ചെടികളിൽ ഒഴിക്കരുത്. ഒരു ഗ്ലാസ് ലായനി എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിന് തന്നെ 10 ഗ്ലാസ് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികളുടെ ചുവട്ടിലായാലും ഇലകളിലായാലും ഒക്കെ തളിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഇതിലോട്ട് 10 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ പുളിച്ച മോരിൻ്റെ മണം പലതരം കീടങ്ങളെ അകറ്റി നിർത്താൻ ഫലപ്രദമാണ്. അപ്പോൾ ദാ ഇതിലോട്ട് 10 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുകയാണെങ്കിൽ ഒന്ന് അരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെടികളിലൊക്കെ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം.
നല്ല വളർച്ചയും നല്ല പ്രതിരോധശേഷിയും കിട്ടുമെന്നത് ഉറപ്പാണ്. ഇത് തെളിച്ചു കഴിഞ്ഞാൽ ധാരാളം ശാഖകൾ വരികയും വളത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലമുള്ള ചെടികളുടെ മുരടിപ്പ് മാറിക്കിട്ടാനും ഈ വളം സഹായിക്കുന്നു. ചെടികളിൽ ധാരാളം പൂക്കളുണ്ടാവുകയും അതുമൂലം ധാരാളം കായ്ഫലം ലഭിക്കുകയും കീടങ്ങളെ അകറ്റാനും ഇത് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, പൂന്തോട്ടത്തിലെ ചെടികൾക്കും നല്ല പോലെ പ്രയോജനം ചെയ്യുന്ന ഒരു വളക്കൂട്ട് തന്നെയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പൂക്കളുണ്ടാകാൻ നിൽക്കുന്ന ഈ വഴുതന ചെടികൾക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തക്കാളി ചെടികൾക്കും പോയി കൊഴിച്ചിലുള്ള പച്ചമുളകിന് എല്ലാത്തിനും ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ്. ഓരോ 15 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടും. അപ്പോൾ ഇതാ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും ചെടികളുടെ വളർച്ച വേഗത്തിലാക്കാനും അതുപോലെ ചെടികൾക്ക് വരുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും പ്രയോഗിക്കാൻ കഴിയുന്ന കീടനാശിനിയായും അതുപോലെ തന്നെ വളമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൂട്ടാണ് ഈ ശർക്കര മോര്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത്. ഇത് ചെടികളിലെ പൂക്കൾ കൊയ്യുന്നത് തടയാനും കീടങ്ങളെ അകറ്റാനും സഹായിക്കുന്നു. നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ശർക്കര ലായനി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.